ഈശ്വരാധീനം നമുക്കുണ്ട് അച്ഛാ. അതല്ല മോളെ, ആദ്യം ഞാനും വല്ലാതെ അങ്ങ് സംഭ്രമിച്ചു പോയി. ഡോക്ടർ സുരേഷിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ RK ഷേനായി ഫോണിൽ കോൺടാക്ട് ചെയ്തു. ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായി എനിക്കൊരു മനസമാധാനമായത്. പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ ഷേനായി നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിനെ വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. അച്ഛൻ ഈ നിസ്സാര കാര്യത്തിൽ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി കളഞ്ഞല്ലോ. അതേ ഒരു MBBS ഡോക്ടറല്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞങ്ങൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ചേച്ചിക്ക് ഇപ്പൊ കുറവുണ്ട്. അത് അനിയത്തിക്ക് എങ്ങനെ മനസ്സിലായി? ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാ. ആരോടും അധികം സംസാരിക്കാറില്ല. ആംഗ്യം കാണിച്ച് സംസാരം കുറയ്ക്കാമെന്ന് എന്റെ പരമാവധി കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോഴാണോ സംഭവിച്ചത്? അങ്ങനെയാണോ? അതെനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ. ഇനിയുണ്ട് ഡോക്ടർ, കേൾക്കണോ? ചേച്ചി രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ തീരുമാനിക്കും ഇന്ന് എത്ര വാക്ക് സംസാരിക്കണം. അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൂടത്തില്ല. അതേതായാലും നല്ല സ്വഭാവമാണ്. ഇനി ഇഞ്ചക്ഷൻ വേണ്ട, മരുന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷ്, എക്സ്ക്യൂസ് മീ, ഇതെന്റെ ഒരു സന്തോഷം. നോ താങ്ക്സ്. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം. ചേച്ചി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ തത്വശാസ്ത്രം. അതേതായാലും പൊളി. അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാരി നന്നായിരിക്കുന്നു അല്ലേ? വെരി നൈസ്. താങ്ക് യു. സാരി സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസ്സിസിനെ കൊണ്ടുവന്നില്ലേ? മിസ്സിസോ? എനിക്കൊരു അനിയത്തിയുണ്ട്, രാധ. നാളെ അവളുടെ പിറന്നാളാണ്. ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ്. ഈ സാരിക്ക് എന്ത് വിലയെന്നാ പറഞ്ഞത്? 650 രൂപ. 680 രൂപയോ? 150 രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ? എനിക്കത് മതി. അത് തന്നെ പാക്ക് ചെയ്തേക്കും. ഡോക്ടർ, ഈ 650 രൂപയുടെ സാരി അല്ലേ നല്ലത്? വിലയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ. ചേട്ടൻ ഡോക്ടർ സുരേഷിന്റെ വീട്ടതല്ലേ? എന്റെ ചേട്ടനാണെന്ന് വിചാരിച്ച? അതെ. ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലല്ലോ? ഇല്ലേ, ഞാൻ രാധയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുല്ലശ്ശേരിയിലെ വിശ്വനാഥിന്റെ മകളാണ്, ശ്രീദേവി. ഡോക്ടർ ജൗളിക്കടയിൽ വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. എനിക്ക് രാധയെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാധ എന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. നീ വരൂ. രാധേ, എന്താ വല്ലാതെ നിൽക്കുന്നത്? വരൂ, ഇവിടെ വന്നിരിക്കും. എന്ത് പറ്റി? കാലം മടങ്ങിയോ? സുന്ദരി പെണ്ണ്, പക്ഷേ കാലം ഞൊണ്ടി. അങ്ങനെയൊന്നും പറയരുത്. ഇതൊന്നും നമ്മളാരും മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറയും. എനിക്ക് വേണ്ട ചേച്ചി. രാധയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. രാധ ഇത് വാങ്ങാതിരിക്കരുത്. ചേട്ടനൊന്നും പറയില്ല, പ്ലീസ്. ഈ
ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ്. സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല. പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അകന്നു മാറിപ്പോവാൻ തോന്നുന്നില്ല. മോളെ, ഇതാരാണ്? അമ്മേ, ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി. മുഖത്തിന് യോജിച്ച പേര് തന്നെ. അമ്മേ, ഇത് ചേച്ചി എനിക്ക് കൊണ്ടുതന്ന പിറന്നാൾ സമ്മാനമാ. എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ? അമ്മ ഒന്നും പറയരുത്. അമ്മ ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ. ആ ചേട്ടൻ വരെ പോവുകയാണോ? കാപ്പി കുടിച്ചിട്ട് പോകാം. ഇനിയൊരു ദിവസമാകാം. നേരെ ഒരുപാടായില്ലേ. അച്ഛൻ കാത്തിരിക്കും. ചേച്ചി തീർച്ചയായും വരണം. എന്താ രാഘവൻ, അസുഖമൊക്കെ എങ്ങനെയുണ്ട്? കിടക്കണം, കിടന്നാലേ ഇത് വാർത്തത്. എങ്ങനാ? ബെഡിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ബെഡ് ഒഴിവോ നോക്കട്ടെ. അയ്യോ, ഒഴിയുന്നതിന് മുൻപ് എന്നെ ഡാക്ടർ അദ്ദേഹം എന്നെ ഒന്ന് സഹായിക്കണം. എന്താണിത്? രൂപയോ? എത്രയുണ്ട്? 25. ഇത് കുറവാണെന്ന് എനിക്കറിയാം. എന്റെ കൈ ഇപ്പൊ ഇത്രയേ ഉള്ളു. അടുത്ത ആഴ്ച 2 താറാവും കുറെ കരിമീനുമായിട്ട് ഞാനിങ്ങ് വരാം. എങ്ങനാ? രാഘവനെ കിടത്താൻ ഇത് തന്നെ കൂടുതലാണ്. രാഘവൻ കിടക്കാൻ ഒരുങ്ങിയാണല്ലോ വന്നിരിക്കുന്നത്. അവിടെ കട്ടിലും കിടക്കയും ഒന്നുമില്ലെന്നേ ഉള്ളൂ. നിലത്ത് കിടക്കണം. ഇതെനിക്ക് കൈക്കൂലിയായിട്ട് തന്നതല്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാം. പോലീസ് സ്റ്റേഷനിലേക്ക് മാത്രം ഫോൺ ചെയ്യരുത്. ഞാൻ എന്റെ അറിവില്ലാതെ കൊണ്ട് ചെയ്തു പോയതാ. മേലാളിൽ ആവർത്തിക്കരുത്. ഇല്ല, കൊണ്ടുപോയിക്കോളൂ. മരുന്ന് ഞാൻ പറഞ്ഞ പോലെ കഴിച്ചോളൂ. പോയിക്കോളൂ. സിസ്റ്ററെ, ഫോൺ. എനിക്കോ? ആരെങ്കിലും ചെയ്യാനുണ്ടോ? ചിലപ്പോ വീട്ടിൽ നിന്ന് വിളിക്കും. വീട്ടിൽ കാണും പഴയ ഗ്രാമഫോൺ. താൻ തന്റെ പണിക്ക് പോടും. സിസ്റ്ററെ, സുരേഷ് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനിയത്തി 3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഒന്ന് പോയി പറ സിസ്റ്ററെ. ഞാൻ എങ്ങനെ പറയും? ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാ. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അദ്ദേഹത്തിന് ഓപ്പറേഷന്റെ ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. കുഞ്ഞിന് എപ്പം തുടങ്ങി? എങ്ങനാ എന്തോന്ന് ഇപ്പൊ പറഞ്ഞതേ? കുഞ്ഞിന്റെ ബർത്ത്ഡേയാ. അയ്യോ, കുഞ്ഞിന് ബ്രീത്തിങ് ഡേയോ? അയ്യോ, ബ്രീത്തിങ് ഡേ അല്ലടോ, ബർത്ത്ഡേ, പിറന്നാള്. ഓ, ഹെൽമെറ്റ്. എന്റെ ചെവി പൊട്ടിപ്പോയോ. എന്നിട്ട് ഡോക്ടറെ ഇതൊരു പോയില്ലെന്നോ? ഞാൻ പോയി പറഞ്ഞോടാവല്ലോ. എങ്ങനാ? ഇങ്ങനാ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിനകത്താ. ഇപ്പൊ തനിക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ ഓപ്പറേഷനായിട്ട് ഞങ്ങൾക്ക് ആർക്കും കയറാൻ പാടില്ല? ആർക്കും പോകാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ. അല്ല, ഞാനെന്ന് എന്ത് കണ്ട് സംസാരിക്കാം? താൻ എന്തുകൊണ്ട് സംസാരിക്കാൻ പോവാ? പിറന്നാളിന്റെ കാര്യമോ ബെഡിന്റെ കാര്യമോ? അത് രണ്ടും കൂടെ വെച്ചോ. അങ്ങനെ രണ്ടും കൂടെ താൻ സംസാരിക്കണ്ട. പിറന്നാളിന്റെ കാര്യം ഞാൻ സംസാരിച്ചോളാം. എങ്ങനാ? അങ്ങനെ? ആഹാ, എന്നാ ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ. ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയാട്ടെ. ആഹാ. ഇവിടെ സർക്കാർ ആശുപത്രി കയറി വരും കുറെ അങ്ങനെകളും ഇങ്ങനെകളും ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിക്കാൻ. അമ്മയുടെ ചേട്ടൻ വന്നു. നിനക്ക് ഈ സാരി എവിടെ നിന്ന്? ചേട്ടാ, മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി ഇവിടെ വന്നിരുന്നു. ശ്രീദേവി ചേച്ചി എനിക്ക് പിറന്നാൾ സമ്മാനമായി തന്നതാ. നീ ഈ സാരി വാങ്ങേണ്ടതില്ലായിരുന്നു. ശ്രീദേവി ചേച്ചി എന്നെ കളിയാക്കുകയൊന്നും ചെയ്തില്ല. എന്നോട് ഒത്തിരി വർത്തമാനം പറയുകയും ചിരിക്കുകയും എല്ലാം ചെയ്തു. ശ്രീദേവി ചേച്ചി എനിക്കിഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി വാങ്ങിയത്. എന്റെ ചേട്ടൻ ഇതുപോലൊരു ചേട്ടത്തിയെ കൊണ്ടുവന്നാൽ എനിക്ക് വളരെ ഇഷ്ടമായേനെ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? നീയല്ലേ പറഞ്ഞത് ചേട്ടൻ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചാൽ ചേട്ടത്തിയമ്മയ്ക്ക് എന്നോട് വെറുപ്പായിരിക്കും, എല്ലാരും എന്നെ ഉപേക്ഷിക്കുമെന്നൊക്കെ? ആ പേടി കൊണ്ടാ ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇനി ഇതുപോലൊരു പെണ്ണെ തിരക്കി ഞാൻ എങ്ങോട്ട് പോകാൻ? ചേട്ടൻ എങ്ങും പോവണ്ട. ശ്രീദേവി ചേച്ചി തന്നെ കല്യാണം കഴിക്കണം. ചേച്ചി എന്നെ പ്രസാദം തൊടിയിച്ചപ്പോൾ ഞാൻ അറിയാതെ ഓർത്തുപോയി, ശ്രീദേവി ചേച്ചി തന്നെ എന്റെ ചേട്ടത്തിയമ്മയായിരുന്നെങ്കിലെന്ന്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ലീവ് എടുത്ത് കല്യാണം കഴിച്ചിട്ട് വന്നാലോ? എന്റെ ദേവി, ഇപ്പോഴെങ്കിലും അവന് നേർക്കുറ്റി തോന്നിയല്ലോ. ചേട്ടാ, ശ്രീദേവി ചേച്ചി എത്ര സുന്ദരിയാണ്. എന്റെ പൊന്നനുജത്തി, നീ അവളെക്കാൾ എത്രയോ സുന്ദരിയാണ്. സംശയമുണ്ടെങ്കിൽ ആ കണ്ണാടി പോയി നോക്കും. ചേട്ടാ, ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എങ്ങനെയെല്ലാം അണിഞ്ഞൊരുങ്ങിയാലും നൊന്തിപ്പെണ്ണ് എങ്ങനെയാ സുന്ദരിയാവുന്നത്?